നമസ്കാരം. മനുഷ്യന് പല രീതിയിലുള്ള വിശ്വാസങ്ങളും നിലനിൽക്കുന്നു. ആ വിശ്വാസങ്ങളെയൊക്കെ സംരക്ഷിക്കുകയാണ് നാം ചെയ്യുന്നത്. എന്നാൽ പരമ്പരാഗതമായിട്ട് നമ്മൾ അനുവർത്തിച്ചു വരുന്നതാണ് വാസ്തു. ആ വാസ്തുവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ വരുന്നു. നമ്മൾ സാധാരണ രീതിയിൽ വീട് വയ്ക്കുന്നു, അവിടെ താമസിക്കുന്നു, ഓരോന്നും ഓരോ സ്ഥാനത്തായിട്ട് ഇപ്പം ബെഡ്റൂം ആയിരുന്നാലും കിച്ചൺ ആയിരുന്നാലും ഓരോ സ്ഥാനത്ത് വേണമെന്ന് പറയുന്നു. അതനുസരിച്ച് വാസ്തു ആചാര്യന്മാരുടെ പിന്തുടർച്ച എന്നോണം അവരുടെ കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് നാം വിശ്വാസങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതവിടെ ഇരിക്കട്ടെ. എന്നാൽ ഇന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് സയന്റിസ്റ്റുകൾ വർഷങ്ങളുടെ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളിലൂടെ എടുത്തിട്ടുള്ള ചില കാര്യങ്ങളാണ് എനിക്കിവിടെ ഷെയർ ചെയ്യാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യന് ഭേദമാക്കാൻ കഴിയാത്ത രോഗങ്ങൾ വരുന്നു എന്നുള്ളതാണ് അവരുടെ കണ്ടുപിടുത്തത്തിലൂടെ യാഥാർത്ഥ്യമായിട്ട് വന്നിട്ടുള്ളത്. തെളിയിക്കപ്പെട്ട സത്യങ്ങളെയാണ് ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. നിങ്ങളത് കാണാതെ പോകരുത്, കണ്ടു തന്നെ പോകണം. കാരണം മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അത് പേറ്റന്റ് നേടിയ UT സ്കാനറിലൂടെ എങ്ങനെയാണ് സയന്റിസ്റ്റുകൾ നമുക്ക് പറഞ്ഞു തരുന്നതെന്നുമാണ് ഞാനിവിടെ പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന സ്ഥലം ഏതെങ്കിലും ഒരു കെട്ടിടത്തിലായിരിക്കാം. ആ കെട്ടിടത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന രോഗങ്ങൾ, ഈ രോഗങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ 22-23 കാലഘട്ടത്തിലായിട്ട് 25 ലക്ഷത്തിൽ പരം രൂപയുടെ മരുന്നുകളാണ് നമ്മുടെ ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. ആ കാര്യം നമ്മൾ മറന്നുപോകരുത്. രോഗത്തിന് മരുന്ന് കൊടുക്കുന്നു, അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ എന്തുകൊണ്ട് രോഗം പിടിപെടുന്നു? മനുഷ്യന്റെ ഊർജ്ജ ശരീരവും ഭൂമിക്കടിയിലുള്ള ഭൂഗർഭ സമ്മർദ്ദങ്ങൾ അഥവാ ജിയോപതിക് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സയന്റിസ്റ്റുകൾ നമുക്ക് കാട്ടിത്തരുന്നത്. നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായിട്ടുള്ള ശക്തികൾ, ഭൂമിക്കടിയിലുള്ള ഒരുപാട് വിള്ളലുകൾ, ജല സാന്നിധ്യം, പാറകൾ, അതുപോലെ പല രീതിയിലുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ ഫ്രീക്വൻസി ഭൂമിക്ക് മുകളിലോട്ട് വരിക, അത് മനുഷ്യന്റെ ഊർജ്ജ ശരീരവുമായി കൂട്ടിക്കലർന്ന് മനുഷ്യരെ രോഗാവസ്ഥയിലാക്കുക. ഈ രോഗങ്ങൾ തന്നെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന ചില രോഗങ്ങളാണ് ക്യാൻസർ, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ ക്ഷയരോഗം, മറ്റ് വിവിധങ്ങളായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, അത് മനുഷ്യന് തമ്മിലുള്ള ദമ്പതികൾ തമ്മിലുള്ള അസ്വൈരത, അങ്ങനെ പല പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വിഷയങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത്. കാരണം അത്രത്തോളം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള സയന്റിസ്റ്റുകളുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വിവരണമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോ കാണുന്നവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.